എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശില്പ. ഇപ്പോൾ കോവിഡ് അനന്തരം സ്കൂളുകളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടികളെല്ലാം അവരുടെ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ബിസി ആയിട്ടുള്ള അവരുടെ ഷെഡ്യൂളിലേക്ക് ട്യൂഷൻ, അതുപോലെ തന്നെ സ്കൂള്, പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക്, അങ്ങനെയുള്ള ബിസി ഷെഡ്യൂളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവർ പഠിത്തത്തിൻ്റെ കാര്യത്തിലേക്ക് അവരിങ്ങനെ ചൂടുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നതാണ് ഇവിടുത്തെ വിഷയം. കുട്ടികൾക്ക് നമ്മൾ പോഷകാഹാരങ്ങൾ തന്നെയായിരിക്കും നൽകുന്നുണ്ടാവുക. ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസിയോ വിറ്റാമിൻ, പ്രോട്ടീൻ ഒന്നിൻ്റെയും ഡെഫിഷ്യൻസി വരാത്ത രീതിയിലുള്ള ഭക്ഷണം തന്നെയായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നത്? അവർക്ക് ഓരോ വിറ്റാമിൻസിൻ്റെ, മിനറൽസിൻ്റെ എന്തിൻ്റെങ്കിലും ഡെഫിഷ്യൻസി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? 5 വയസ്സ് വരെയാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ആ സമയത്ത് അവർക്ക് വേണ്ട പ്രോട്ടീൻസ്, വിറ്റമിൻസ്, ഫാറ്റ് അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ശാരീരിക വളർച്ച, ബോൺസിൻ്റെ ലെങ്ത് കൂടുന്നത്, അതുപോലെ മസിൽസിൻ്റെ ഗ്രോത്ത്, എല്ലാ ഡെവലപ്മെൻറ്റ്സും നടക്കുന്നത് ഈ പ്രായത്തിലാണ്. ആ സമയത്ത് കാൽഷ്യം, അതുപോലെ തന്നെ വിറ്റമിൻ ഡി എല്ലാം അവർക്ക് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ബിസി ഷെഡ്യൂളിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജിയുള്ള ഫുഡും ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നുണ്ടാവേണ്ടത്. ഒരു കുട്ടി രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആയിരിക്കും അവൻ ആ ഒരു ദിവസം മുഴുവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 50% കഴിക്കേണ്ടത്. ആ ഭക്ഷണം ഉറപ്പായും കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള ഭക്ഷണമായിരിക്കണം. മുട്ട, പുഴുങ്ങിയ ഏത്തപ്പഴം, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം അടങ്ങിയതായിരിക്കണം ആ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഭക്ഷണം. അതുപോലെ തന്നെ പാല് കുടിക്കാൻ പ്രത്യേകിച്ച് ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്തിനിടയ്ക്ക് ദഹനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം വയറിന്. എങ്കിൽ മാത്രമേ ആ ഭക്ഷണം നേരവണ്ണം ദഹിച്ച് അത് ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്കും ആ ഒരു ദഹന പ്രക്രിയ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുള്ളൂ. ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണം, അതുപോലെ തന്നെ കുടവയറ്, ഉറങ്ങാൻ നേരവണ്ണം കഴിയാതെ ഉറക്കം കുറവ്, ഈ പ്രശ്നങ്ങളെല്ലാം അവരിൽ കണ്ടുവരും. ഇതോടൊപ്പം തന്നെ ഫൈബ്രസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി കഴിച്ച് ശീലിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇന്ന് ചെറിയ കുട്ടികൾക്ക് തന്നെ മലബന്ധം മൂലം പൈൽസ്, ഫിഷർ പോലുള്ള രോഗങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇത് ഫൈബ്രസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുത്ത് ശീലിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ 1/5 ഭാഗം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ ഫ്രൂട്ട് ജ്യൂസ്, അതുപോലെ തന്നെ സാലഡുകൾ, സൂപ്പുകൾ ഇതെല്ലാം അവരെ കൊണ്ട് ശീലിപ്പിക്കുക. അധികം പുറത്തുനിന്ന് ലഭിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സിനും പകരം അതത് സീസണിൽ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുത്ത് ശീലിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും അധികം നല്ലത്. ഇത്തരത്തിലുള്ളൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ